ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പറയണം അൽഹംദുലില്ലാ. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ ശരീഅത്ത്. എന്നാൽ അതിന്റെ മുകളിലും മറ്റൊരു സംഗതിയുണ്ട്, ത്വരീഖത്ത്. എന്നാൽ എന്താണെന്നറിയോ? ഈ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഒരു അൽഹംദുലില്ലാ പറഞ്ഞാൽ ഈ അൽഹംദുലില്ലാ പറഞ്ഞ ഉടനെ രണ്ടാമത് അൽഹംദുലില്ലാ പറയണം. എന്തിനാണത് പറയേണ്ടതെന്നറിയോ? പടച്ചവനെ, കുടിക്കാൻ വെള്ളം വന്നപ്പോ അത് കുടിച്ചിട്ട് നിന്നെ മറക്കാതെ അൽഹംദുലില്ലാ എന്ന് പറയാൻ എനിക്ക് ഭാഗ്യം തന്നല്ലോ, അതുകൊണ്ട് അൽഹംദുലില്ലാ. എന്നാൽ ഈ പറഞ്ഞ രണ്ടാമത്തെ അൽഹംദുലില്ലയ്ക്ക് മൂന്നാമത് അൽഹംദുലില്ലാ പറയണമെന്നാണ്. അതെന്തിനാണെന്നറിയോ? പടച്ചവനെ, കാളകളെ പോലെ മുക്രയിട്ട് വെള്ളം കുടിച്ചിട്ട് പോകാതെ നിന്നെ സ്തുതിക്കാൻ നീ എനിക്ക് ഭാഗ്യം തന്നല്ലോ, ആ ഭാഗ്യത്തെ ഓർത്തിട്ട് നിനക്ക് രണ്ടാമതൊരു അൽഹംദുലില്ലാ പറയാ നീ എന്നെ തെരഞ്ഞെടുത്തല്ലോ, അതുകൊണ്ട് അൽഹംദുലില്ലാ. മൂന്നാമത് അൽഹംദുലില്ലാ. ഇനി മൂന്നാമത്തതിന് നാലാമത് അൽഹംദുലില്ലാ. ചുരുക്കി പറഞ്ഞാ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ 1 കോടി അൽഹംദുലില്ലാ പറഞ്ഞാലും നമ്മളെ കടക്കാരാ. നമ്മൾ വീണ്ടും എന്റെ പ്രിയപ്പെട്ടവരെ ബാധ്യതയിലാണ്. അങ്ങനെയെങ്കിലും ചിന്തിച്ചു നോക്ക്, അല്ലാഹു തന്ന നിഅമത്തൊരു തുള്ളി വെള്ളം എത്ര വലുതാണ്. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ പറഞ്ഞത്, അല്ലാഹു നാളെ പരലോകത്ത് നിന്നോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം നിനക്ക് തന്ന പച്ചവെള്ളത്തെ പറ്റിയാണ്. അതല്ലേ ഖുർആൻ സൂറത്ത് വാഖിഅ എല്ലാ വീട്ടിലും സഹോദരിമാര് മഗ്രിബ് ഇശാഇനിടയിൽ ഓതുന്ന ഒരു അധ്യായമാണല്ലോ. അങ്ങനെ ഓതാത്തവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ തുടക്കം കുറിച്ചോ. ഉറങ്ങാൻ നിനക്കിടക്കുന്നതിന് മുമ്പ് ഓതണേ, ആ വീട്ടില് ദാരിദ്ര്യം വരൂല. സൂറത്തുൽ വാഖിഅ ഓതുന്ന വീട്ടില് പടച്ചവനാണ്, ദാരിദ്ര്യമില്ല. ഇത് പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ ഹബീബാണ്. എന്നാ സൂറത്തുൽ വാഖിഅയിൽ അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അഅംതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. മേഘക്കീറിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളം ഇറക്കി തന്നത് ഞാനല്ലയോ? അതല്ല നിങ്ങളെ മിടുക്കുകൊണ്ടാണോ മഴ പെയ്തത്? അല്ല, ഈ മഴ പെയ്തിറങ്ങിയത് ഞാൻ നിങ്ങൾക്ക് തന്ന നിഅമത്തല്ലേ. ലൗ നശാഉ ജഅൽനാഹു ഉജാജാ. ഞാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ കടലിലെ വെള്ളം പോലെ ഈ മഴവെള്ളത്തിന് ഉപ്പ് രസം കൊടുത്തേനെ. എന്ത് ചെയ്തേനെ? എന്ത് ചെയ്തേനെ? ഉപ്പ് രസമില്ലാത്ത ശുദ്ധമായ വെള്ളമല്ല തന്നു. ഫലൗലാ തശ്കുറൂൻ. എന്നിട്ട് നിങ്ങൾക്ക് നന്ദിയുണ്ടോ എന്നോട്? ഇല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് വെള്ളം, മഴ എന്ന് പറയുന്നത് അള്ളാഹു തരുന്ന ഏറ്റവും വലിയ നിഅമത്താണ്. ആ വെള്ളം അള്ളാഹു നമുക്ക് തന്ന നിഅമത്തുകളെ പറ്റി ആദ്യമായി ചോദിക്കുന്ന വലിയ നിഅമത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹു തന്ന നിഅമത്തുകളെ എണ്ണി പറയുമ്പോൾ എനിക്ക് കോടിയില്ല, എനിക്ക് സൂപ്പർ മാർക്കറ്റ് ഇല്ല, എനിക്ക് ഹൈപ്പർ മാർക്കറ്റ് ഇല്ല, എനിക്ക് ടെക്സ്റ്റൈൽസ് ഇല്ല, എനിക്ക് ജുവല്ലറി ഇല്ല, എനിക്ക് ജുവല്ലറിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, ഇതൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്നതിനപ്പുറത്ത് പറയണം, അല്ലാ ഒന്നും വേണ്ട, എന്റെ കിണറിൽ നിറച്ച് വെള്ളം തന്നില്ലേ തമ്പുരാനെ. അതാണ് ഏറ്റവും വലിയ നിഅമത്ത്. അതാണ് ഏറ്റവും വലിയ നിഅമത്ത്. നമ്മൾ തിരിച്ചറിയുന്നില്ല ഇതൊന്നും. അതുകൊണ്ട് ആ വെള്ളത്തെ നമ്മൾ എന്തു വേണം? 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അങ്ങോട്ടുള്ള കാലം വളരെ മോശമാണ്. നമ്മൾ ചിന്തിക്കുന്നത് എന്താ? 3 മണി കഴിഞ്ഞാൽ ഇടിവെട്ടി മഴ. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? അങ്ങനെയാണെങ്കിൽ പിന്നെ വെള്ളമൊക്കെ കിട്ടുമല്ലോ. ഈ ഓരോ ഇടിയിലും ഉള്ള വെള്ളം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ലേ സാറേ? വെള്ളമില്ല സഹോദരങ്ങളെ. ഇടിവെട്ടുന്നു, മഴ പെയ്യുന്നു എന്ന് കേട്ടിട്ട് നിങ്ങൾ വെള്ളം കിട്ടുമെന്ന് പ്രതീക്ഷ വേണ്ട. കാരണം അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ലോകം കണ്ട ഏറ്റവും വലിയ പ്രാപഞ്ചിക ശാസ്ത്രജ്ഞൻ, ലോകം കണ്ട ഏറ്റവും വലിയ ബയോളജിസ്റ്റ്, ലോകം കണ്ട ഏറ്റവും വലിയ സൈക്യാട്രിസ്റ്റ്, ലോകം കണ്ട ഏറ്റവും വലിയ കാർഡിയോളജിസ്റ്റ്, ലോകം കണ്ട ഏറ്റവും വലിയ ജിയോളജിസ്റ്റ്, ആദരവായ പ്രവാചകൻ അവിടെ പറഞ്ഞു, ലോകം അവസാനത്തിന്റെ അടയാളം കസ്റത്തുൽ മത്വരി വഖില്ലത്തുൻ നബാത്തി. മഴ ഇഷ്ടം പോലെ പെയ്യും, മഴ കൊണ്ടുണ്ടാകുന്ന ഗുണം ഒന്നും ഉണ്ടാവൂല. ഈ വാക്ക് വെറുതെയാണ് നിങ്ങൾ കരുതരുത്. ഞാൻ നിങ്ങളൊക്കെ ഏറെ പേടിക്കണം. വെള്ളം കിട്ടാതെ നമ്മൾ ഓടും.
അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നന്ദി, ഫലൗലാ തഷ്കുറൂൻ, എന്ത് നിങ്ങൾ നന്ദി കാണിക്കാത്തത്? 2 കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നന്ദി കാണിച്ചൂടെ? 2 കാര്യങ്ങൾ കൊണ്ട്. മറ്റുള്ളവർക്ക് കുടിവെള്ളം കൊടുക്കുന്നത് അവിടെ നിൽക്കട്ടെ, അത് വേണം, തടയാൻ പാടില്ല എന്നുള്ളതാണ്. ആരെങ്കിലും കുടിവെള്ളം നമ്മളെ വീട്ടിലെങ്ങാനും ഒരു ബക്കറ്റ് വെള്ളം എടുക്കാൻ വേണ്ടി അപ്പുറത്ത് നിന്നോ ഇപ്പുറത്ത് നിന്നോ ആരെങ്കിലും വന്നാൽ നമ്മുടെ മാനസികാവസ്ഥ എന്താണ്? നമ്മൾ പലപ്പോഴും ടാപ്പ് പൊട്ടിക്കളയും, അല്ലെങ്കിൽ പറയും മോട്ടർ കംപ്ലൈന്റ് ആന്ന് പറയും, അല്ലെങ്കിൽ പറയും വെള്ളത്തിന് ഇപ്പൊ വലിയ കുറവാന്ന് പറയും. ഇതൊക്കെ പറയുന്നവർ എഴുതി വെച്ചോ, അവന് നാളെ ഹൗലിൽ നിന്ന് വെള്ളം കിട്ടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇതിനെക്കാളും ദാഹമുള്ള സ്ഥലമാണ് മഹ്ശറ. ഹൗദുൽ കൗസർ അല്ലാതെ വേറെ അവിടെ പെട്ടിക്കടയിൽ മോരും തൈരൊന്നും ആരും കലക്കി കൊടുക്കുന്നില്ല. കുലിക്ക് സർവത്തും ഇല്ല, കുലുങ്ങാത്ത സർവത്തും ഇല്ല. ഇതൊക്കെ ഇല്ലാത്ത മഹ്ശറയിൽ ഒരു തുള്ളി വെള്ളം ഹൗദിൽ നിന്നല്ലാതെ കിട്ടില്ല. ആ ഹൗദിൽ നിന്ന് നമ്മൾ കുടിക്കാൻ ഓടി ചെല്ലുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അവനെ അകറ്റി നിർത്തും. കാരണം എന്താണ്? ഭൂമി ലോകത്ത് വെച്ച് അവൻ കുടിവെള്ളം നിഷേധിച്ചവനാണ്. ആര് വെള്ളം ചോദിച്ചാലും കൊടുക്കണം കേട്ടോ, ആര് ചോദിച്ചാലും. നിങ്ങൾക്കറിയുമല്ലോ, ഞാൻ ഇനി അതൊന്നും പറഞ്ഞു ഒരുപാട് പഴയ കഥകളൊന്നും പറയണ്ടല്ലോ. നാട്ടിലെ ഏറ്റവും വൃത്തികെട്ട ഒരു പെണ്ണ്, ആ പെണ്ണ് അവളുടെ ഏറ്റവും വൃത്തികെട്ട പ്രവർത്തനത്തിൽ നിന്ന് ആ പെണ്ണ് മടങ്ങി വരുമ്പോ ഒരു നാവ് നീട്ടിയിട്ട് വെള്ളത്തിന് വേണ്ടി കൊതിച്ചപ്പോൾ അവളുടെ തലയിൽ കിടന്ന തട്ടമെടുത്തിട്ട് കയറാക്കി കാലിൽ കിടന്ന ഹുഫ അഥവാ ഇവിടത്തെ നമ്മുടെ സഹോദരിമാര് ധരിക്കുന്നത് പോലത്തെ അല്ല, എന്നാൽ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ വെച്ചോളി, ചെരിപ്പൂരിയിട്ട് തൊട്ടി ആക്കിയിട്ട് കിണറിലേക്ക് ഇറക്കിയിട്ട് വെള്ളം കോരിയിട്ട് ഐനുന്നജസായ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട, ഒരിക്കൽ പോലും വീടിന്റെ മുമ്പിൽ വളർത്തിയാൽ ആ വീട്ടിൽ റഹ്മത്തിന്റെ മലക്ക് വരാത്ത ഒരു ബറക്കത്തുമില്ലാത്ത ജീവിയായ ശ്വാനനം നായ, ആ നായയുടെ മാവ് നനച്ചു കൊടുത്ത ഒറ്റ കാരണം കൊണ്ട് അഭിസാരികയായ പെണ്ണിന് പാപങ്ങൾ പുറത്തു കൊടുത്തിട്ട് അള്ളാഹു നേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. നാളെ പരലോകത്ത് യുസഫു അഹ്ലുൻ നാരി വ യുസഫു അഹ്ലുൽ ജന്ന, സ്വർഗത്തിന്റെ വരി നരകത്തിന്റെ വരി, 2 വരിയാണ്. ഇൻഷാ അല്ലാഹ് ഒരു ഏതെങ്കിലും ഒരു സദസ്സിൽ ഇസ്ലാമിൽ വരിക്കുള്ള ലയൻ നിരക്കുള്ള ഈ സ്വീകാര്യത അതിനെപ്പറ്റി പ്രസംഗിക്കണം. നമ്മൾ ചിന്തിക്കേണ്ട ഈ ഉപ്പൂറ്റിക്കാലം നോക്കി ചൊവ്വാക്കി നിൽക്കുക, ഉപ്പൂറ്റി അടുത്തടുത്ത് നിൽക്കുന്ന ഇമാമ പറയുന്നത് എന്തിനാണ്? നമ്മൾ ചിന്തിക്കുക വേറെ ജോലിയൊന്നുമില്ല, ഇതൊക്കെ ഈ 4800 ശമ്പളത്തിൽ പെട്ടതെന്നാണ് നമ്മളിപ്പോഴും കരുതി വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ലയനായി നിർത്തുന്നത് ഇസ്ലാമിന്റെ സംസ്കാരമാണ്. ഖുർആനില് യുദ്ധം ചെയ്യാൻ പോകുന്ന ആളുകളുടെ നിസ്കാരത്തെ പറ്റി പറയുന്നുണ്ട്, സ്വലാത്തുൽ ഖൗഫിനെ പറ്റി പറയുന്നുണ്ട്, അതിൽ വിശദീകരിച്ചിട്ടുണ്ട് ലയനിന്റെ പ്രസക്തി എന്താണ്. പോട്ടെ, അപ്പൊ സ്വർഗത്തിന്റെ വരിക്കാരെ നിർത്തി നരകത്തിന്റെ വരിക്കാരെ നിർത്തിയിരിക്കാൻ, ഇത് ഹദീസാണ്, ശ്രദ്ധിച്ചു കേട്ടോ. സ്വർഗത്തിന്റെ ആളുകളെ നിർത്തിയിരിക്കുന്നതിന്റെ ആ ഇടയിലൂടെ നരകത്തിന്റെ ആളുകളെ നിർത്തിയിരിക്കുന്നതിന്റെ ഇടയിലൂടെ സ്വർഗാവകാശികളെ ഇങ്ങനെ കൊണ്ടുപോകുമെന്നാണ്. അപ്പൊ നരകത്തിന്റെ അവകാശികളിൽപ്പെട്ട ഒരുത്തം കയറി സ്വർഗാവകാശിയുടെ കയ്യിൽ പിടിക്കും. അപ്പൊ സ്വർഗാവകാശി ചോദിക്കും, എന്താ അമ്മ തൈരിഫിനി, എന്നെ അറിയോ? എനക്ക് ഹദീസിലുള്ളതാ, എന്നെ അറിയോ? നീ ആരാ? അവ പറയും, ഞാൻ നിനക്ക് ചായ വാങ്ങി തന്നവനാണ്, ഞാൻ നിനക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നവനാണ്, എന്നെ മറന്നോ? ആ ഓർക്കുന്നുണ്ട്. അപ്പൊ ഈ നരകാവകാശി പറയും, പടച്ചോനോട് പറയോ ഒന്ന്, ഞാൻ നിനക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തന്നു എന്ന്, എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറയോ? മിഷ്കാത്ത് അടക്കമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, ആ ഒരു ഗ്ലാസ് വെള്ളത്തിന് പകരമായി നരകാവകാശിയായ മനുഷ്യനെ സ്വർഗത്തിന്റെ സുന്ദരമായ ആ പറുദീസയിലെ കൈകൊണ്ട് തൊട്ടാ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ സൽസബീലിന്റെ തസ്നീമിന്റെ സ്വർഗമുണ്ടല്ലോ. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത നയനാനന്ദകരവും ഒരു കാതും കേട്ടിട്ടില്ലാത്ത കരുണാനന്ദകരവും ഒരു ഹൃദയത്തിൽ ഇന്നേ വരെ ഉദിക്കാത്ത ഹൃദ്യമായ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിലേക്ക് അവനെ കൈപിടിച്ചു കൊണ്ടുപോകുമെന്ന് ഇന്നേ വരെ കളവ് പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവന് വെള്ളം കൊടുക്കണം, അത് തടയാൻ പാടില്ല. പക്ഷേ ഞാൻ പറയുന്നു, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പക്ഷേ ഈ വെള്ളത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിനോട് 2 കാര്യങ്ങൾ നന്ദി കാണിക്കാൻ നമുക്ക്. ആ നന്ദി നമ്മൾ കാണിച്ചാൽ മാത്രമേ അള്ളാഹു നമുക്ക് ആകാശ ലോകത്ത് നിന്ന് മഴ ഇറക്കി തരുള്ളൂ. അതാ ഇവിടെ മഴത്തുള്ളി ഇറക്കുന്ന വിഷയം വന്നിട്ട് അല്ലാഹ് പറയുന്നു, ഫലൗലാ തഷ്കുറൂൻ,
നിങ്ങൾ നന്ദി കാണിക്കണമെന്ന് പറയുന്നത് എപ്പോഴാണ്? അല്ലാഹ് ആകാശത്തിന്റെ മേഘക്കീറിൽ നിന്ന് മഴ സമൃദ്ധമായി പെയ്യിപ്പിക്കുന്ന കഥ പറഞ്ഞിട്ടാണ്. എന്ന് പറഞ്ഞാൽ നന്ദി കാണിച്ചാലേ വീണ്ടും മഴ തരുള്ളൂ. അത് ദുബായിൽ പെയ്ത മഴയല്ല, അത് ഒമാനിൽ പെയ്യുന്ന മഴയല്ല, അത് സൗദിയിൽ പെയ്ത മഴയല്ല, അത് അജ്മാനിലും റാസൽ ഖൈമയിലും ഫുജൈറയിലും ഒമാനിലും പെയ്ത മഴയല്ല. പ്രിയപ്പെട്ടവരെ, ആ മഴ ഏതാണ്? അതും നമുക്ക് നിഅമത്തിന്റെ മഴയാകണം, നിഖ്മത്തിന്റെ മഴയായാ പോരാ. നമുക്ക് അല്ലാഹു തരുന്ന മഴ അനുഗ്രഹത്തിൻ്റെതാകണം, നിഗ്രഹത്തിൻ്റെതാകരുത്. അതുകൊണ്ട് നമുക്ക് റബ്ബിനോട് നന്ദി കാണിക്കണം. അതിന് ഒന്നാമതായി ചെയ്യേണ്ടത് എന്തെന്നറിയോ സഹോദരിമാര്? ശ്രദ്ധിക്കാൻ വേണ്ടി കിട്ടാ ഞാൻ ആദ്യം നിങ്ങളോട് തന്നെയാണ് അത് പറയുന്നത്. കുടിവെള്ളത്തിന് അല്ലാഹു തരുന്ന മഴവെള്ളത്തിനോട് നമുക്കൊരു നന്ദി വേണം. ആ നന്ദി ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അല്ലാഹ് പറയുന്നു, കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ദുർവ്യയം ചെയ്യല്ലേ പെങ്ങളെ, ദുർവ്യയം ചെയ്യല്ലേ. കുടിക്കാം തിന്നാം ഒക്കെ ചെയ്യാം, പക്ഷേ അതിൽ ദുർവ്യയം ചെയ്യാൻ പാടില്ല. ഇന്ന് ഈ സമുദായത്തിന്റെ ആളുകളുടെ കല്യാണത്തിന് ബാക്കി വരുന്ന ഭക്ഷണത്തിന്റെ ചെമ്പ് കണക്കിന് ഭക്ഷണത്തിന്റെ കണക്കറിയോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മോശമായ പ്രവർത്തനം അതാണ്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ പെടാപ്പാടുപെടുന്ന, കണ്ണ് കുടിഞ്ഞ് കവള് കുഴിഞ്ഞിട്ട് എല്ലുന്തി വയറൊട്ടിപ്പോയ പട്ടിണി പേക്കോലങ്ങൾ ലോകത്ത് താമസിക്കുമ്പോ, സഹോദരങ്ങളെ, നമ്മളിൽ പലരുടെയും കല്യാണത്തിന് വെക്കുന്ന ചെമ്പ് കണക്കിന് ബിരിയാണികൾ, ബാലൻസ് വരുന്ന ബിരിയാണി വീടിന്റെ പിന്നാമ്പുറത്തും ഓഡിറ്റോറിയത്തിന്റെ അടുക്കളയുടെ മുറ്റത്തു കുഴിച്ചിട്ടിട്ടും ബാക്കി വരുമ്പോഴാണ് പിന്നെ അറബി കോളേജിൽ കൊടുക്കണമെന്ന ബോധം വരുന്നത്. ഞാൻ പറയുന്നു, ആർക്കും തികയാതെ വരുമ്പോ എല്ലാവരും കഴിച്ചിട്ട് മിച്ചം വരുമ്പോ, ആർക്കും വേണ്ടാതെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ കൂട്ടരൊന്നുമല്ല മുത്തഅല്ലിമീങ്ങള് എന്ന് കരുതി പോകരുത്. മുത്തഅല്ലിമീങ്ങൾ ആദരിക്കപ്പെടേണ്ടവരാണ്. നമ്മൾ കുഴിച്ചിടുന്ന ആഹാരത്തിന് കണക്കുണ്ടോ? സഹോദരങ്ങളെ, കല്യാണങ്ങളിൽ ഒഴിച്ചു കളയുന്ന വെള്ളത്തിന് കണക്കുണ്ടോ? ചിന്തിച്ചു നോക്ക്. എങ്ങനെയാണ് കല്യാണത്തിന് ബറക്കത്ത് വരിക? എങ്ങനെയാണ് പൊന്നുമോളുടെ വിവാഹത്തിന്റെ സന്തോഷം ഉണ്ടാവുക? അതിനകത്ത് കുടിക്കുന്ന വെള്ളം കളയുകയല്ലേ ചെയ്യുന്നത്. നിബിദിനത്തിന്റെ റാലിയിൽ കളയുന്ന വെള്ളത്തിന് കണക്കുണ്ടോ? ഇത് പറഞ്ഞാ മുജാഹിദായി പോകുമെങ്കിൽ 1000 വട്ടം മുജാഹിദായാലും പ്രശ്നമല്ല. പക്ഷെ നമ്മൾ അറിയേണ്ട കാര്യമുണ്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം. ഒരു തുള്ളി വെള്ളം പാഴാക്കരുത്. കാരണം അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്തവരാണ് ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. അല്ലാഹ് പറയുന്നു, ദുർവ്യയം ചെയ്യുന്നവന്, ആ ദുർവ്യയം ചെയ്യുന്നവന് ശൈത്താന്റെ കൂട്ടാളിയാണ്, പടച്ചവൻ ഇഷ്ടപ്പെട്ടവനല്ല. അള്ളാന്റെ റസൂലാ പഠിപ്പിച്ചത്. ചില പെണ്ണുങ്ങൾക്ക് എത്ര ഒളുവെടുത്താലും മതി വരാത്ത വസ്വാസ്, എത്ര കുളിച്ചാലും മതി വരില്ലാത്ത വസ്വാസ്. എന്താ ചെയ്യാ? വസ്വാസ് മാറാൻ എന്താ ചെയ്യാ? വസ്വാസ് മാറാൻ ഒറ്റ പണിയേ ഉള്ളൂ. കുളിച്ചിട്ടും ആ മുതുക് നനഞ്ഞിട്ടുണ്ടാവൂല, പുറകുവശം നനഞ്ഞിട്ടുണ്ടാവൂല, ഒളുവെടുക്കുമ്പോൾ മുട്ട് നനഞ്ഞിട്ടുണ്ടാവൂല. ഈ വസ്വാസ് കൊണ്ടുവരുന്നത് ഒരു ശൈത്താനാണ്. ഏത് ശൈത്താൻ? ഉബയ്യ് ഇബ്നു കഅബിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, ഇന്നലിൽ വളുഇ, വളു എടുക്കുന്ന വെള്ളത്തിലുണ്ട് ശൈത്താന, ഒരു ശൈത്താൻ. കുളിക്കുമ്പോഴായാലും വളു എടുക്കുമ്പോഴായാലും ശൗചം ചെയ്യുമ്പോഴായാലും കുടിക്കുമ്പോഴായാലും പാകം ചെയ്യുമ്പോഴായാലും വെള്ളവുമായി ബന്ധപ്പെട്ട അല്ലാഹു തആല ഒരെണ്ണത്തിന് ഇറക്കിയിട്ടുണ്ട്. യുഖാലു ലഹു വലഹാൻ. ആ ശൈത്താന്റെ പേരാണ് വലഹാൻ. നമ്മളെ വലച്ചുകളയും. ആ ശൈത്താന്റെ പേര് വലഹാൻ. ഈ വലഹാൻ എന്ന് പറയുന്ന ശൈത്താനെ പറ്റി റസൂലുള്ളാഹി പറയുന്നു, ഫത്തഖു വസ്വാസൽ മാഇ. നിങ്ങൾ വെള്ളത്തിന്റെ വസ്വാസിനെ സൂക്ഷിക്കേണ്ടത് വലഹാൻ എന്ന് പറയുന്ന ശൈത്താനിൽ നിന്നാണ്. നിങ്ങളെ പഴപ്പിച്ച് കളയും. നമുക്കൊരു ബോധ്യമുണ്ടായാൽ മതി. കുളിച്ചു, അൽഹംദുലില്ലാ. ഫിഖ്ഹിന്റെ മസല എന്താ? ഒളു എടുത്തെന്ന് ഉറപ്പുണ്ട്, പിന്നീട് മൂത്രം ഒഴിച്ചോ വരുന്ന വഴിയിൽ, അല്ല ഒളു പോയോ, നീ ഏതെങ്കിലും പെണ്ണുങ്ങളെ തൊട്ടോ, ഇങ്ങനെ ആലോചിച്ച് തല പുകഞ്ഞ് നടക്കണ്ട, ഇക്കാര്യത്തിന്റെ സമയം തീർന്നു പോകും. ഒളു എടുത്തെന്ന് ഉറപ്പുണ്ടോ, പോയി നിക്കരിക്ക്. അതാണ് ഇസ്ലാമിന്റെ മസല, അതാണ് ഫിഖ്ഹിന്റെ മസല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വലഹാൻ എന്ന പിശാചിൽ നിന്ന് നമ്മൾ കാവൽ തേടണം.
അവസാന കാലഘട്ടത്തിൽ അള്ളാന്റെ റസൂല് പരിചയപ്പെടുത്തി, ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ എന്നെ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് വിളിച്ചാൽ ഒരിക്കലേ, ഒരു വർഷം, ഒരു കൊല്ലം, ഒരു സ്ഥലത്ത് ഒരിക്കലേ എന്നെ പ്രസംഗത്തിന് വിളിക്കാറുണ്ട്. ഞാനൊരു കാര്യം തുറന്നു പറയാൻ, ചില ആളുകൾക്ക് അത് വിഷമം ഉണ്ടാവും. ചില ആളുകൾക്കെന്ന് പറഞ്ഞാൽ മുസ്ലിയാക്കന്മാർക്ക് തന്നെ ചിലപ്പോൾ വിഷമം ഉണ്ടായി പോകും. ചില ആളുകൾ പ്രാസോപ്പിച്ച് ദുആ ചെയ്യാറുണ്ട്. അവസാനം പറയുന്ന വാക്ക് തന്നെ അടുത്ത ദുആയിലും അവസാനം ഒരു തരം രസം. ചില ആളുകളൊക്കെ പറയും, ചില കമ്മിറ്റിക്കാർ, ഇവിടെ ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ചില ആളുകൾ പറയും, ഉസ്താദ് ദുആ ഇറക്കുമ്പോൾ പെണ്ണുങ്ങളെ രോമമൊക്കെ എണീച്ചിരിക്കണം. ഈ പെണ്ണുങ്ങളെ രോമം എണീക്കാനാണ് ദുആ ഇറക്കുന്നത്. നല്ല അടിപൊളി ദുആ ആയിരിക്കണം. പ്രസംഗം എങ്ങനെ പോട്ടെ, ദുആ അത് കലക്കണം. ഈ കലക്കാനുള്ള സാധനമാണ് ദുആ എന്ന് പറയുന്നത്. രോമം എണീപ്പിക്കാനുള്ളതാണ് ദുആ എന്ന് പറയുന്നത്. കേട്ടോ, അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇന്നഹു സയകൂനു ഫീ ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിൽ പിന്നീട് വരും. സയകൂൻ പിന്നീട് വരും. പിന്നീട് എന്ന് പറഞ്ഞാൽ 2024 2050 കഴിഞ്ഞിട്ടാണോ? അല്ല, ഇത് റസൂലാ പറഞ്ഞത്. അന്നില്ല, സഹാബത്തിന്റെ കാലത്തില്ല, പിന്നീട് വരുമെന്നാണ്. അപ്പൊ നമ്മളതെ പറ്റിയാ പറഞ്ഞത്, നമ്മളെ പറ്റിയാ പറയുന്നത്. എന്താണ് അവരുടെ പ്രത്യേകത? ദുആയിലും ശുദ്ധീകരണത്തിലും പരിധി വിടുന്നവർ. പള്ളിയിൽ വെള്ളിയാഴ്ച വന്നാൽ കാണാം, ചില ആളുകൾ പൈപ്പ് അങ്ങോട്ട് തുറന്നു വിട്ടാൽ മുട്ടു മുതൽ കാല് കഴുകും. ഇവൻ വീട്ടിൽ പോയി നോക്കണം എങ്ങനെയാണെന്ന്. വീട്ടിൽ പോയി നോക്കണം. വെള്ളം തൊട്ടിട്ട് കാലിൽ തുടയ്ക്കുക ചെയ്യുക, കാരണം വെള്ളം ചെലവാകുന്നു പറഞ്ഞു. ഇത് പള്ളിയിലല്ലേ? ആ സമയത്തെങ്ങാനും ഫോൺ വന്നാ പിന്നെ പറയും വേണ്ട. ഇയാള് ടാപ്പും തുറന്നു വിട്ടിട്ട് കാലും എങ്ങനെ വെച്ചോണ്ട് ഫോൺ വിളിച്ചോണ്ട് നിൽക്കുക. വെള്ളം പടച്ചവന്റെ വെള്ളമല്ലേ, പോണെങ്കിൽ പോട്ടെ. ഈ ഒരു ധാരണ, ശുദ്ധീകരണത്തിൽ പരിധി വിടുന്ന ചില ആളുകളുണ്ട്. എത്ര കുളിച്ചാലും കുളിച്ചതായിട്ട് തോന്നൂല, എത്ര ഒതു കൊടുത്താലും മതി വരൂല, എത്ര ശുദ്ധീകരിച്ചാലും വസ്വാസ് കയറിയിട്ട് അവിടെ 500ന്റെയും 1000ന്റെയും ലിറ്റർ വെള്ളം തീർത്തിട്ടല്ലാതെ ഇറങ്ങൂല. അത് ഈ കാലഘട്ടത്തിലെ, ഈ സമുദായത്തിലെ അവസാന കാലഘട്ടം, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാകുന്ന ഒരു വലിയ മുസീബത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ പിന്നീട് പറഞ്ഞ എന്താണ്? ദുആയിൽ പരിധി വിടുന്ന ആളുകൾ, ദുആയിൽ പരിധി വിടുന്ന ആളുകൾ. ചില സ്ഥലത്ത് ദുആയ്ക്കൊക്കെ പോയാൽ, നാളെ നൗഷാദ് വാക്കവിയല്ലേ, അൽഹംദുലില്ലാ, നൗഷാദ് വാക്കവിയൊക്കെ ഒരു അരമണിക്കൂറുടെ കുറച്ച് കിട്ടിയാൽ അത്രയും സന്തോഷമെന്ന് ചിന്തിക്കുന്നവരാണ് ഈ സ്ഥിരം പ്രസംഗിക്കുന്ന ആളുകൾ. നാസിമുദ്ദീൻ മനാനി ഉസ്താദൊക്കെ അങ്ങനെയാ. പഴയകാല നമ്മളെ പോലത്തെ അന്ന് പിന്നെ യൂട്യൂബും ഈ വാട്സപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് മൂപ്പരെന്ന് ഇത്രയും ഈ എന്താവാത്തത്, സൂപ്പർ സ്റ്റാർ, അപ്പൊ എന്താണ് സെലിബ്രേറ്റ് ചെയ്യാത്തത്. സെലിബ്രേറ്റ് ആകാത്തത് അതുകൊണ്ടാണ്. ഫാൻസ് അസോസിയേഷൻ ഒന്നും അന്ന് ഇത്ര പോലെ ഈ യൂട്യൂബ് സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ അന്നൊക്കെ ഇത്രയൊക്കെ ആവേണ്ടവരാണ് ആ കാലഘട്ടത്തിലൊക്കെ. ഞാൻ പറയുന്നത്, ചില സ്ഥലത്ത് ദുആ സമ്മേളനത്തിന് പോകും. ഈ മുനിമാര് വെക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ എങ്ങനെ ഇരിക്കുന്നത്, അതും കൂടെ കൊണ്ടുപോകേണ്ടി വരും കൈ വയ്ക്കാൻ. എന്നാലും തീരൂല. പടച്ചോനെ, അവന് നീ റേഷൻ കാർഡ് കൊടുക്കണമല്ല, ആധാർ കാർഡ് കൊടുക്കണമല്ല, ലൈസൻസ് കൊടുക്കണമല്ല, പിന്നെന്താണ് അവന്റെ തിരിച്ചറിയൽ കാർഡ് കൊടുക്കണം തമ്പുരാനെ, അവന് ആധാറിലും റേഷൻ കാർഡിലും ഒരു പേര് കൊടുക്കണേ അല്ല, അക്ഷരം തെറ്റല്ലേ അല്ല. ഇതിനേക്കാളും നല്ലത് ഒറ്റ വാക്കിൽ അല്ല അവന് ആവശ്യമായതൊക്കെ നീ ഞാൻ കൊടുക്കണമെന്ന് പറഞ്ഞാൽ പോലെ. അള്ളാഹ്ക്ക് എല്ലാം അറിഞ്ഞുകൂടി അവന് ആധാറില്ല, റേഷൻ കാർഡിൽ പേര് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് അറിയാമല്ലോ. ഇതൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹുവെ നീ അവിടെ ഖബറിന്റെ അത് കൊടു, ഇത് കൊടു, ഇതൊന്നും ആവശ്യമില്ല. അള്ളാന്റെ റസൂലിന്റെ ദുആ എന്താ നിങ്ങൾ ആലോചിച്ചു. ഹദീസിൽ നിങ്ങൾ ഒരു 5 മിനിറ്റ് പോട്ടെ, 3 മിനിറ്റ് കൂടുതലുള്ള ദുആ നിങ്ങൾ ഹദീസിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉസ്താദ് ചോദിച്ചു നോക്ക് പോയിട്ട്. ജനങ്ങൾക്ക് ഇടങ്ങേറുണ്ടാക്കരുത്. ചെറിയ ദുആ, അൽഹംദുലില്ലാ, ചെറിയ ദുആ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് കഴിഞ്ഞിട്ട് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ ദുആ ചെയ്തിട്ട് റാഹത്തായിട്ട് ജനങ്ങളെ ഇടങ്ങേറാക്കരുത്. ഇത് മൂത്രം പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇത് അവസാനം ഇതൊക്കെ ആമീൻ പറഞ്ഞില്ല, അതിൽ ലയിച്ചു പോയിട്ട് ചാടി എണീക്കുക, എല്ലാം കൂടെ പള്ളിക്കകത്ത് തന്നെ. നീ പള്ളി കഴിവാൻ നമ്മൾ നടക്കണം. ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കേണ്ട കാര്യമാണ്. മദീനയിലെ ഇമാം അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ടപ്പുറത്തെ പള്ളി മസ്ജിദ് ഖുബ, അവിടുത്തെ ഇമാം മഹാനായ സയ്യിദുനാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. മുആദ് തങ്ങൾക്ക് വലിയ വിഷമം, ഖുബാ പള്ളിയിലെ ഇമാം ആയതുകൊണ്ടല്ല, മറിച്ച് എനിക്ക് റസൂലുള്ളാഹിന്റെ പിന്നിൽ നിസ്കരിക്കാൻ പറ്റൂലല്ലോ. എല്ലാവർക്കും ആ ഭാഗ്യമുണ്ട്, എനിക്ക് ഇവിടെ ഇമാമത്ത് ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് എനിക്ക് മുത്തുനബിയുടെ പുറകിൽ നിസ്കരിക്കാൻ പറ്റുന്നില്ല. ആ ഒരു സങ്കടം അദ്ദേഹത്തിന് വല്ലാതെ വേട്ടയാടി. അതിന് മൂപ്പര് കണ്ട പണി എന്തെന്നറിയോ? മുആദ് ബിൻ ജബൽ തങ്ങൾ കണ്ട മാർഗം, ഇശാക്ക് ബാങ്ക് വിളിക്കുന്ന സമയത്ത് മദീന പള്ളിയിൽ പോകും. ശ്രദ്ധിച്ച് കേട്ടോ, മദീന പള്ളിയിൽ പോയിട്ട് നബി തങ്ങളുടെ പിന്നിൽ നിന്ന് ഇശാ നിസ്കരിക്കും. നിസ്കരിച്ചിട്ട് ഓടി വരും, തൊട്ടപ്പുറത്തെ ഖുബാ പള്ളിയിൽ വന്നിട്ട് ഇമാമത്ത് നിൽക്കും. അങ്ങനെ ചെയ്യാമല്ലോ.
ഫർള് നിസ്കാരം രണ്ടാമത് നിസ്കരിക്കുന്ന സുന്നത്തായി പരിഗണിക്കൊന്നാണ്. അങ്ങനെ ഇമാമത്തായി നിൽക്കുമ്പോ എന്നാ പിന്നെ മനുഷ്യന് ചെറുതോത് ബക്കറ അല്ലാതെ ഓതുകയില്ല. കൈ പിറകിൽ കൈ. അപ്പൊ അവിടെ ഇമാമത്ത് നിസ്കാര ജമാഅത്ത് കഴിഞ്ഞ് തിരിച്ച് രണ്ടാമത്തെ ജമാഅത്ത് ഇവിടെ തുടങ്ങി. എന്നാ ചെറിയ സൂറത്ത് ഓതില്ല, വലിയ സൂറത്തെ ഓതുള്ളൂ. അവസാനം സഹി കേട്ടിട്ട് ഒരു സഹാബി കൈ അഴിച്ചിട്ട് തിരിച്ച് ബാക്കി പോയി ഒറ്റയ്ക്ക് കരിച്ചിട്ട് വീട്ടിൽ പോയി. ഈ വിവരം സഹാബാക്കൾ മുആദ് തങ്ങളെടുത്ത് പറഞ്ഞു, ഇമാമിനോട് പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ ഇമാം എന്ത് പറയണം? ഇമാം ഇതൊന്നും അറിയുന്നില്ലല്ലോ. ഇമാം പറഞ്ഞു അവൻ മുനാഫിക്കായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ പോകൂലല്ലോ. ഈ വിവരം ജനങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു. ഇമാം എന്നെ മുനാഫിക്കെന്ന് വിളിച്ചു. അള്ളാന്റെ ഹബീബ് എന്ന് പറയുന്ന അവിടത്തെ നീതിമാനായ കോടതിയുടെ മുമ്പിലേക്ക് വിഷയമെത്തുകയാ. എന്നിട്ട് പറഞ്ഞു, നബിയേ, മുആദ് തങ്ങൾ എന്നെ മുനാഫിക്കെന്ന് വിളിച്ചു, സഹിക്കാൻ പറ്റുന്നില്ല. എവിടെ മുആദ്? ഇവിടെ വാ മുആദ്. അള്ളാന്റെ റസൂല് മുആദ് എന്ന് പറയുന്ന സഹാബിയെ, യമനിന്റെ ഭരണാധികാരിയായിരുന്ന ആളിനെ, ഖുബാ പള്ളിയിലെ ഇമാമത്തിന്റെ ജോലി ഉണ്ടായിരുന്ന വ്യക്തിയെ വിളിച്ചു വരുത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മുആദേ, നീ മുനാഫിക്കെന്ന് വിളിച്ചോ? അതേ നബിയെ, സംശയം കൊണ്ട് പറഞ്ഞതാ. എന്താ അതിന്റെ കാരണമെന്ന് ചോദിച്ചപ്പോ മുആദ് തങ്ങൾ കാര്യം പറഞ്ഞു. നിസ്കാരത്തിൽ കൈ അഴിച്ചിട്ട് ഒറ്റയ്ക്ക് നിസ്കരിച്ചിട്ട് പോയപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. നബി തങ്ങൾ അയാളോട് ചോദിച്ചു, ശരിയാണോ? അതേ നബിയെ. എന്താ നീ അങ്ങനെ ചെയ്തത്? ഇദ്ദേഹം ഇവിടെ വന്ന് ജമാഅത്ത് കഴിഞ്ഞ് അവിടെ വന്നിട്ട് ഇമാമത്ത് എന്നിട്ട് വലിയ സൂറത്ത് ഓതുമ്പോ എനിക്ക് മൂത്രത്തിന്റെ പ്രശ്നമുണ്ട്, എനിക്ക് പല പ്രശ്നങ്ങളുണ്ട്. ഈ പിറകിൽ എത്രയെന്നും പറഞ്ഞാ നിൽക്കുക. അതുകൊണ്ട് ഞാൻ കൈ അഴിച്ചിട്ട് പോയതാ. നേരെ നീതിമാനായ ഭരണാധികാരി അഷ്റഫുൽ ഖൽഖ് മുആദ് തങ്ങളെ നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചു, അഫത്താനുൻ യാ മുആദ്, അഫത്താനുൻ യാ മുആദ്. മുആദേ, നീ നാട്ടിൽ ഫിത്ന ഉണ്ടാക്കുന്നവനാണോ? വെറും ഫിത്നയല്ല. മഗ്രിബ് ഇശായിനിടയിൽ ഫിത്ന ഉണ്ടാക്കുന്നവരുടെ പേര് ഫത്താൻ എന്നല്ല, മുഫ്തിനീങ്ങൾ എന്നാണ്. മഗ്രിബ് ഇശായിനിടയിൽ ഇരുന്നിട്ട് വട്ടം കൂടി ഫിത്ന ഉണ്ടാക്കുന്ന മുഫ്തിനീങ്ങളാണ്. പക്ഷെ ഈ പറഞ്ഞത് ഫത്താൻ എന്ന് പറഞ്ഞ ഫഅലു വസ്നാൻ, വല്ലാതെ ഫിത്ന ഉണ്ടാക്കുന്നവനെന്നാണ്. അപ്പൊ മുആദ്, നീ നാട്ടിൽ വല്ലാതെ കുഴപ്പമുണ്ടാക്കുന്നവനാണല്ലേ, എന്തിനാ മുആദ് തങ്ങളോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? കള്ളു കുടിച്ചോ, പെണ്ണു പിടിച്ചോ, പലിശ വാങ്ങിയോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഒന്നുമില്ല. എന്താ സംഭവിച്ചത്? നിസ്കാരത്തിൽ വലിയ സൂറത്തോതി മഅ്മൂമീങ്ങളെ ഇടങ്ങേറാക്കി. ഈ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി നമ്മുടെ പള്ളിയിലെങ്ങാനും ഒരു ചെറിയ സൂറത്തോതിയിട്ട് എങ്ങനെയെങ്കിലും ആ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തു നോക്ക്. അപ്പോഴും വരും രണ്ടാമത്തെ അഭിപ്രായം, നമ്മുടെ മൊയ്ലിയാർക്ക് എന്നും ഒരു കുൽഹു അല്ല, കുൽഹു അല്ല, കുൽഹു അല്ല. അതൊക്കെ അപ്പുറത്തെ പള്ളിയിലെ ഉസ്താദ് എത്ര സമയം എന്ന് വെച്ചാ ഓതുന്നേ. അദ്ദേഹം പഠിക്കാത്ത ആളും ഇയാൾ പഠിച്ച ആളും കൊണ്ടാ. ഇയാൾ പഠിച്ചോണ്ടാ പെട്ടെന്ന് ഓതി വിടുന്നത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ദുആ ആയാലും നിസ്കാരമായാലും പ്രസംഗമായാലും നീട്ടിക്കൊണ്ടു പോവരുത്. 2 മണിക്കൂർ മുമ്പ് അൽഹംദുലില്ലാ ഇനിയും വേണമായിരുന്നു, അപ്പോഴും നിർത്തണം. അല്ലാതെ ഒന്ന് നിർത്തി, കാലം ഒന്ന് നിർത്തിയാലല്ലാതെ പോകാനും പറ്റൂലല്ലോ എന്ന് പറയുന്നൊരവസ്ഥ വരുത്തരുത് ആരും. അതല്ലേ നല്ലത്. അതുകൊണ്ട് അവസാന കാലഘട്ടത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത നമ്മുടെ വിഷയം അവിടെയാണ്. ശുദ്ധീകരണത്തിൽ വലിയ വലിയ ഒരു പരിധി വിടുന്ന ഒരു സാഹചര്യം അതൊരിക്കലും പാടില്ല, ഒരിക്കലും പാടില്ല. ഒരിക്കൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു അറാബിയായ മനുഷ്യൻ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വരികയാണ്. അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് ചോദിക്കുന്നു, നബിയേ, വുളൂ എങ്ങനെയാ? റസൂൽ വുളൂ ചെയ്തു കൊടുത്തു, കാണിച്ചു കൊടുത്തു. നബി തങ്ങള് എല്ലാം 3 പ്രാവശ്യം ചെയ്തു. മുൻകൈ 3 പ്രാവശ്യം കഴുകി, അറിയല്ലോ. അങ്ങനെ 3 പ്രാവശ്യം വീണ്ടും ചെയ്തതിനു ശേഷം അള്ളാന്റെ റസൂല് പറഞ്ഞു, ഹക്കദൽ വുളൂ, ഇങ്ങനെയാണ് വുളൂ എടുക്കേണ്ടത്, ഇങ്ങനെയാണ് ഒന്നുവെടുക്കേണ്ടത്. പെങ്ങളെ പഠിച്ചു വെച്ചോ. 3ൽ അപ്പുറത്ത് 4ാമത് മുഖം കഴുകിയാൽ, 4ാമത് കൈ കഴുകിയാൽ, 4ാമത് തല തടകിയാൽ, 4ാമത് ചെവി തടകിയാൽ, 4ാമത് വീണ്ടും കാലിൽ വെള്ളം കോരി ഒഴിച്ചുകൊണ്ട് നിന്നാൽ റസൂലുള്ളാഹ് പറയുന്നു, അസാ വതഅദ്ദാ ഫളലമാ. അവൻ ചെയ്തിരിക്കുന്ന മോശമാണ്. തഅദ്ദ, അവൻ പരിധി വിട്ടവനാണ്. ലലമ, അക്രമിയാണ്. വേണ്ട, 3 വട്ടം നമ്മൾ ചെയ്താൽ മതി. 3 വട്ടം ചെയ്താൽ മതി. നമ്മൾ ഈ ഒളു എടുക്കാൻ എത്ര വെള്ളം വേണം? നമുക്ക് ഒളു എടുക്കാൻ എത്ര വെള്ളം വേണം? ഞാൻ പറയുന്നത് നാളത്തേക്ക് വേണ്ടിയുള്ള കാര്യമാണ്. നമ്മൾ ഈ വിഷയം ഗൗരവത്തിൽ കണ്ടില്ലെങ്കിൽ പള്ളിയിൽ വീട്ടിൽ നിന്ന് ഒളു എടുത്തുകൊണ്ട് വരുന്ന സാഹചര്യം ഉണ്ടാവും.
സത്യത്തിൽ അതാ ചെയ്യേണ്ടത്. ഖുബാ പള്ളിയുടെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, മൻ തവല്ലഅ ഫീ ബൈതിഹി ثم خرج الى مسجد قباء صلى ركعتين. അള്ളാന്റെ റസൂൽ എഴുതി പറഞ്ഞ കാര്യം ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. റൂമിൽ നിന്ന് ഒതുവെടുത്ത് ഖുബാ പള്ളിയിൽ വന്ന്, അത് ഖുബായില് വീട്ടിൽ നിന്ന് ഒതുവെടുത്ത്, അങ്ങനെ ചെയ്യേണ്ടത്. എന്താ രീതി എന്നറിയോ? ബാങ്ക് കേൾക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഒതുവെടുത്ത് റാഹത്തായിട്ട് നടന്ന് പള്ളിയിൽ വന്ന് വീട്ടിൽ നിന്ന് തഹിയത്ത് റവാത്തിബ് നിസ്കരിച്ച് നേരെ പള്ളിയിൽ വന്ന് കയറി ഏത്തിക്കാഫിന്റെ നിയത്തോട് കയറി തഹിയത്ത് നിസ്കരിച്ച് അവിടെ ഇരിക്കണം. ഇഖാമത്ത് കൊടുക്കുമ്പോൾ എഴുന്നേക്കണം, നിസ്കരിക്കണം, പെട്ടെന്ന് തന്നെ പോകണം, വീട്ടിൽ പോയി ബാക്കി റവാത്തിബ് നിസ്കരിക്കണം. അതാണ് അതിന്റെ ശൈലി, അതാണ് അതിന്റെ അദബ്. നമ്മൾ ഇനി ചെയ്യേണ്ടി വരും. അങ്ങനെ സുന്നത്തിലേക്ക് തന്നെ നമ്മൾ അല്ലാഹു തആല, നമ്മൾ മടങ്ങാത്തോടെ നമ്മളെ മടക്കിക്കൊണ്ട് പോകും അല്ലാഹു തആല. പള്ളിയിൽ വെള്ളമില്ല, പിന്നെ എവിടെ നിന്ന് ഒളു കൊടുക്കും? വീട്ടിൽ നിന്ന് എവിടെന്നെങ്കിലുമൊക്കെ ഒളു കൊടുത്തുകൊണ്ട് വരുന്നൊരു സാഹചര്യം വരും. ഇല്ലെങ്കിൽ ഇത് സൂക്ഷിച്ചോളെ. എത്ര വെള്ളം വേണം നമുക്ക് ഒളു കൊടുക്കാൻ? എത്ര വെള്ളം വേണം നമുക്ക് കുളിക്കാൻ? നമുക്ക് റോൾ മോഡൽ ആരാ? നമ്മളെല്ലാ കാര്യങ്ങൾക്കും റോൾ മോഡൽ നമ്മുടെ നായകനല്ലേ, ഹബീബായ പ്രവാചകരല്ലേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് തങ്ങളാ പറയുന്നത്, 10 വർഷം റസൂലുള്ളാഹിനെ ഖിദ്മത്തെടുത്ത അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ലഉ ബിൽ മുദ്ദി വയഗ്തസിലു ബിസ്സാഇ. നബി തങ്ങൾക്ക് ഒളുവെടുക്കാൻ ഒറ്റ മുദ്ദ്, കുളിക്കാൻ ഒരു സാ. ഇപ്പം റമളാൻ അടി കൂടുന്ന മൊത്തം മുദ്ദ് സാ കണക്ക് പറഞ്ഞിട്ടാ. ചില ആളുകൾ അവിടെ നിന്നൊരു കോപ്പ് കൊണ്ടുവരും, ഇവിടെ നിന്നൊരു പാത്രം കൊണ്ടുവരും. ആകെ 2 300, 2 400, 2 500, 2 600, ഇതൊന്നും വേണ്ടല്ലോ. ഇതെത്രാന്ന് വെച്ചാൽ നമ്മൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി കുറച്ച് അധികം കൊടുക്കുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾ നോക്ക്, നബി തങ്ങൾക്ക് ഒളുവെടുക്കാൻ ഒരൊറ്റ മുദ്ദ് വെള്ളം. എത്ര? ഒരു മുദ്ദ് ലിറ്റർ കണക്കിന് നോക്കിയാൽ 600 മില്ലി വെള്ളം. 1 ലിറ്റർ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിന്റെ 3/4 കുപ്പി വെള്ളം മതി അള്ളാഹുവിന്റെ ഹബീബിന് wudu ചെയ്യാൻ. 1 ലിറ്റർ മിനറൽ വാട്ടർ എടുത്താൽ അതിന്റെ 3/4 ഭാഗം വെള്ളം മതി നബി തങ്ങൾക്ക് wudu എടുക്കാൻ. ബാക്കി കേട്ടോ, കൂടെ കേട്ടോളി. കുളിക്കാനോ ഒരു സാഴ്, 4 മുദ്ദാണ് ഒരു സാഴ്. അപ്പൊ എത്ര? 2 ലിറ്ററും 400 മില്ലി ലിറ്ററും എന്ന് പറഞ്ഞാൽ 3 കുപ്പി വെള്ളമെടുത്താൽ 1 ലിറ്ററിന്റെ 3 കുപ്പി വെള്ളമെടുത്താൽ അതിൽ 2 ഫുൾ കുപ്പിയും 1 കുപ്പിയുടെ പകുതിയും മതി എന്റെയും നിങ്ങളുടെയും നായകന് കുളിക്കാൻ. ഇത് റസൂലുള്ളാഹിന്റെ ശൈലി എന്ന് അനസ് തങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, നബിയെ. ആരോടാ ചോദിക്കുന്ന? ഇബ്നു അബ്ബാസ് തങ്ങളോടാണ്. ഇബ്നു അബ്ബാസ് തങ്ങളോട് വന്നിട്ട് ചോദിക്കുകയാണ്, നബിയെ എനിക്ക് ഒളുവെടുക്കാൻ ഇബ്നു അബ്ബാസ് തങ്ങളെ, എനിക്ക് ഒളുവെടുക്കാൻ എത്രയാ വെള്ളം വേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ബിൽ മുദ്ദി, ഒരു മുദ്ദ് വെള്ളമാണ്. എനിക്ക് കുളിക്കാൻ എത്ര വെള്ളമാ വേണ്ടത്? സാഉനൊരു സാഉ വെള്ളമാണ്. സഹോദരങ്ങളെ, ആ മനുഷ്യൻ ഇബ്നു അബ്ബാസിനോട് പറഞ്ഞുവത്രേ, എനിക്കത് തികയൂല, എനിക്കത് പോരാ. ഒളുവെടുക്കാൻ ഒരു മുദ്ദും പോരാ, കുളിക്കാൻ ഒരു സാഴും പോരാ. ആ സമയത്ത് ഇബ്നു അബ്ബാസ് തങ്ങളുടെ മറുപടി എന്തെന്നറിയോ? ലാ ഉമ്മലക്, ലാ ഉമ്മലക്. അവരുടെ ഒരു തരം ദേഷ്യം വരുമ്പോഴുള്ള വാക്കാണ്. എന്റെ അർത്ഥമൊന്നും പറയണ്ട, ചുമ്മാ ഇരിക്കടാന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അർത്ഥം പറയാം. ലാ ഉമ്മലക്. എന്നിട്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, ഖദ കഫാ മൻ ഹുവ ഖൈറും മിൻക റസൂലുള്ളാഹ്. എടോ, നിന്നേക്കാൾ ശ്രേഷ്ഠനായ റസൂലുള്ളാഹ് ഇത് മതിയല്ലോ, പിന്നെ നിനക്ക് പോരെന്നോ? നിനക്ക് പിന്നെ പോരെന്നാണോ? സഹോദരങ്ങളെ, നീട്ടുന്നില്ല. അതുകൊണ്ട് വെള്ളത്തിൽ ഒരിക്കലും നമ്മൾ അമിതം കാണിക്കാൻ പാടില്ല, ദുർവയം കാണിക്കാൻ പാടില്ല. സഅദ് റളിയല്ലാഹു അൻഹു ഒളുവെടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അതുവഴി റസൂലുള്ളാഹ് നടന്നു പോകുന്നു. സഅദ് തങ്ങൾ കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്തിനാ ഇങ്ങനെ അമിതം കാണിക്കുന്നത്? സഅദ് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ട് സഅദ് തങ്ങൾ ചോദിച്ചു, നബി അഫിൽ വുളു ഇസ്റാഫ്, വുളു എടുക്കുന്നതിൽ ഇസ്റാഫ് ഉണ്ടോ? നബി തങ്ങൾ പറഞ്ഞു, ഉണ്ടല്ലോ. വഇൻ കുന്തല നഹരിൻ ജാരിൻ. ഞാൻ ചോദിക്കട്ടെ, വുളു 3 പ്രാവശ്യം കഴുകിയാൽ മതി. നമ്മൾ ഇവിടെ നിന്ന് നേരെ തോട്ടിലേക്ക് ഇറങ്ങി, ഇഷ്ടം പോലെ വെള്ളം കുത്തി ഒഴുകുന്നുണ്ട്. 4 വട്ടം ചെയ്താൽ എന്താ പ്രശ്നം? നമ്മുടെ അങ്ങനെയാണ് ഈ ബുദ്ധിജീവികളായ ഈ പറയുന്ന എക്സ് മുസ്ലിം ഉണ്ടായത്.
ഈ എക്സ് മുസ്ലിം ഉണ്ടായത് ഇവിടെയാണ്. എങ്ങനെ? കുബുദ്ധിജീവികൾ. അവര് ബുദ്ധി കൊണ്ട് ചിന്തിക്കും. റസൂലുള്ള പറയുന്നു വലൗ കുന്ത അലാ നഹരിൻ ജാരിൻ, ഒഴുകുന്ന നദിയിലാണെങ്കിൽ പോലും നീ 3 വട്ടം ചെയ്താൽ മതി. ബുദ്ധിജീവികളെ ചോദിക്കടാ, ഒഴുകുന്നെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? ഒഴുകി പോവേലേ, 4 വട്ടം ചെയ്താൽ എന്താ? എടാ, ഈ ഒതു എടുക്കണമെന്നും ഇത്ര പ്രാവശ്യം കഴുകണമെന്നും ഇബാദത്താക്കി നമ്മളെ പഠിപ്പിച്ചെന്ന് അള്ളാന്റെ റസൂല് പറയാണ്. അങ്ങനെ ചെയ്യാവൂന്ന്. നമ്മൾ പറയുന്നു 4 ചെയ്താൽ എന്താ കുഴപ്പമൊന്നും? 4 വേണ്ട 3 മതിയെന്ന് പഠിപ്പിച്ചെന്നാരൻ. അതുകൊണ്ട് ഒരിക്കലും വെള്ളത്തിലെ ദുർവ്യയം പാടില്ല, ഒരിക്കലും വെള്ളത്തിലെ ദുർവ്യയം ചെയ്യാൻ പാടില്ല. ഇനി രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് വെള്ളത്തെ മലിനമാക്കാൻ പാടില്ല, വെള്ളത്തെ മലിനമാക്കാൻ പാടില്ല. സാമൂഹ്യ വിരുദ്ധരുള്ള കാലമാണ്. ഒരിക്കലും എന്റെ സഹോദരങ്ങളെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മാലിന്യം ഒഴുക്കരുത്. ഒഴുകുന്ന വെള്ളത്തിൽ നമുക്കാകാം മലമൂത്ര വിസർജനം നിരോധിച്ചിട്ടില്ല. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കുറഞ്ഞൊഴുകുന്ന വെള്ളത്തിലും ഇതെല്ലാം അല്ലാഹു ഹറാമാക്കിയതാ. മലിനമാക്കരുതേ സഹോദരങ്ങളെ. ആ ഭാഗത്തേക്ക് പോയാ വിശാലമായ പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നിങ്ങൾ ഒരാൾ പോലും ആ വെള്ളത്തെ നിങ്ങൾ മാലിന്യമാക്കരുത്, നിങ്ങളതിനെ മോശമാക്കരുതെന്ന് പഠിപ്പിച്ചത് ആരംഭപ്പൂവായ ഹബീബല്ലേ, അവിടുത്തെ നാവ് കൊണ്ടല്ലേ പഠിപ്പിച്ചത്. ഇനി ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, വെള്ളത്തിനോട് നമുക്കുള്ള കമ്മിറ്റ്മെന്റ് എങ്ങനെയാണ്? ദുർവ്യയം ചെയ്യാതെ, അതിനെ മാലിന്യമാക്കാതെ, അത് വളരെ വൃത്തിയോടെ വെടിപ്പോടെ നമ്മൾ മിതത്വത്തോടെ ആ വെള്ളം ഉപയോഗിക്കുമ്പോഴാണ് ആ വെള്ളത്തോടുള്ള നന്ദിയായി നമുക്ക് അള്ളാഹുവിനോട് കടപ്പാട് നിർവഹിക്കാൻ കഴിയുക. സഹോദരങ്ങളെ, നമുക്ക് റബ്ബിനോട് ചോദിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ മഴയാണ്. മഴ പെയ്യാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആഗ്രഹിക്കുന്നവരല്ല, ഒരു സമൂഹത്തിന്റെ നന്മയാണ്. എല്ലാവരും തീരുമാനം എടുത്തോളി. 100 എണ്ണം നമ്മുടെ ഈ ഓരോ ദിവസവും നമ്മൾ മുടങ്ങാതെ ചൊല്ലുമെന്ന് ഒരു ദിക്റാണ്, ഒരൊറ്റ ദിക്ർ. ഒരു 100 എണ്ണം ചൊല്ലിയേക്ക് നമുക്കും നാടിനും ഗുണകരമാണ്. എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിന്റെ നിറഞ്ഞിരിക്കുന്ന സദസ്, ആ സദസ്സിൽ അതാ എന്റെ പ്രിയപ്പെട്ടവരെ ഒരാൾ എഴുന്നേറ്റ് ചോദിക്കുന്നു, തങ്ങളെ എനിക്ക് കല്യാണം കഴിഞ്ഞു വർഷങ്ങളായി മക്കളില്ല. ഒരാൾ എഴുന്നേറ്റു ഉടനെ പറഞ്ഞു, അദ്ദേഹം പറയാണ് എന്റെ നാട്ടിലും മഴയില്ല. ഒരാൾ വീണ്ടും എഴുന്നേറ്റ് അയാൾ പറഞ്ഞു, എനിക്ക് ആകെ ദാരിദ്ര്യമാണ്, പൈസയില്ല. ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, എനിക്ക് കൃഷി ഇറക്കിയിട്ടതിൽ ഫലമൊന്നുമില്ല. എന്താ ഞാൻ ചെയ്യേണ്ടത്? എന്താ ഞാൻ ചെയ്യേണ്ടത്? ആ സമയത്തെ ഹസനുൽ ബസ്രി തങ്ങൾ 4 പേരുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇത് ചൊല്ലിക്കോ, മുടങ്ങരുത്. അല്ലാഹു നിനക്ക് മക്കളെ തരുവടാ. മറ്റൊരുത്തനോട് പറഞ്ഞു, നിന്റെ നാട്ടിലും മഴ തരുമടാ. ഒരാളോട് പറഞ്ഞു, നിനക്ക് മണി പ്ലാന്റ് വെക്കേണ്ട പൈസ ഇട്ടുവടാ. വേറൊരാളോട് പറഞ്ഞു, കുറ്റിച്ചൂല് മരത്തിൽ കെട്ടണ്ട, നിനക്ക് നല്ല ഫലം കിട്ടുമെടാ എന്ന് പറഞ്ഞു. ആ സമയത്ത് 5ാമതൊരാൾ എഴുന്നേറ്റ് ചോദിച്ചു. 4 പേരും ചോദിച്ച 4 വ്യത്യസ്ത ചോദ്യങ്ങളല്ലേ? അതിന് 4 പേർക്കും വ്യത്യസ്ത മറുപടിയല്ലേ കൊടുക്കേണ്ടത്? എല്ലാവർക്കും കൊടുത്ത മറുപടി ഒന്നാണല്ലോ. ഹസൻ ബസ്രി തങ്ങളെ, നിങ്ങൾക്ക് തെറ്റിപ്പോയോ? ആ സമയത്ത് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ സഹോദരങ്ങളെ, എന്റെ ശിഷ്യന്മാരെ, ഞാനല്ല നിങ്ങൾക്ക് മറുപടി തന്നത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ മറുപടിയാണ്. അല്ലാഹു സൂറത്തു നൂഹിൽ പറഞ്ഞത് എന്താ? ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, അല്ലാഹു പാപം പുറത്തു തരുന്നതാണ്. അതാണ് മർമ്മപ്രധാനമായ ഇസ്തിഗ്ഫാർ കൊണ്ടുള്ള നേട്ടം. നിങ്ങളുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരുന്നതാണ്. അതിന് പുറമെ നിങ്ങൾക്ക് അല്ലാഹു തരുന്നത് ഇസ്തിഗ്ഫാറിലൂടെ തരുന്നത് എന്താണെന്നറിയോ? യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. സമൃദ്ധമായി ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് അല്ലാഹു മഴ തരുന്നതാ. എന്നിട്ടോ വയുംദിദുക്കും ബിഅംവാ, മണി പ്ലാന്റ് വെക്കണ്ട, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കല്ല സമ്പത്ത് തരുന്നതാണ്. ധാരാളം മക്കളെ നിങ്ങൾക്കല്ല തരുന്നതാ.
ധാരാളം മക്കളെ തരുന്നതാണ്. ആരോ പറഞ്ഞു മക്കളില്ലേ, തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തോട്ട് പോകുന്ന ഒരു പാറയുണ്ട്, ആ പാറയിൽ കൊണ്ടുവന്നിട്ട് ഉരുളി കമിഴ്ത്തിയാ മതി മക്കളെ കിട്ടും പോലും. വേങ്ങോടുള്ള നിനക്ക് പാലോടുള്ള നിനക്ക് കുഞ്ഞുണ്ടാകാൻ തമിഴ്നാട്ടിൽ ചെന്നിട്ട് നീ ഉരുളി കമത്തിയാൽ എങ്ങനാണോ മക്കൾ ഉണ്ടാവുന്നത്? ഖുർആനിലില്ലേ സുന്നി, ഖുർആനിലില്ലേ സുന്നി? നോക്ക്, ഇവിടെ ഉണ്ടല്ലോ അല്ല പറഞ്ഞത്, നിനക്ക് മക്കളെ വേണോ എന്നാൽ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. ചില ആളുകൾ പറഞ്ഞു അത് വേണ്ട. അവിടെ നിപ്പുറത്ത് ആറ്റാങ്കര പോകുന്ന വഴിയിലൊരു മരമുണ്ട്, പാലമരമാണ്. ആ പാലമരത്തിന്റെ ശിഖരത്തിൽ കൊണ്ടുവന്ന് തൊട്ടിൽ കെട്ടിയിട്ട് കരിവള വാങ്ങിയിട്ടോ കുഞ്ഞുണ്ടാവും. അപ്പോഴും വീട്ടിനകത്തിരിക്കുന്ന ഖുർആൻ പൊടിയടിച്ചിരിക്കട്ടെ. ഭർത്താവ് മരിച്ചില്ലല്ലോ ഉസ്താദേ ഖുർആൻ എടുക്കാൻ, വാപ്പ മരിച്ചാലല്ലേ ഖുർആൻ എടുക്കേണ്ടി? അല്ല, നിനക്ക് കുഞ്ഞുങ്ങൾ വേണോ? കരിവള വാങ്ങലല്ല, നീ ഖുർആൻ എടുത്തിട്ട് നീ നോക്ക് സൂറത്തു നൂഹില്, യുംദിദുകും ബിഅംവാലിൻ വബനീൻ, നിനക്ക് സമ്പത്ത് കിട്ടും, നിനക്ക് സന്താനങ്ങളെ കിട്ടും. കിട്ടുമെന്നല്ല, യുംദിദുകും. മദ്ദ, മദ്ദ എന്ന് പറഞ്ഞ നീളത്തിൽ, നീളത്തിൽ എന്ന് പറഞ്ഞ എന്താ? വീട്ടുമുറ്റത്ത് കളിക്കുന്ന മക്കളുണ്ട്, അല്ലാഹു തആല നിനക്ക് ഭാഗ്യം തരും. വീട്ടുമുറ്റത്ത് നിനക്ക് നീണ്ട് നിവർന്ന് നിൽക്കുന്ന മക്കളെ അല്ല തരും. പൈസ അല്ല ഇഷ്ടം പോലെ നിനക്ക് തരും. നീ ഇസ്തിഗ്ഫാർ ചൊല്ല്, തീരുന്നില്ല. വയജഅൽ ലക്കും ജന്നാതിൻ വയജഅൽ ലക്കും അൻഹാറാ, നിനക്ക് അല്ലാഹു തആല തോട്ടങ്ങളും അരുവികളും നിനക്ക് അല്ലാഹു തരുന്നതാണ്. ഇതിനെല്ലാത്തിനും കാരണം ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും, റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. എത്ര ചൊല്ലണം? ഇന്നേ വരെ ഒരു കളങ്കമില്ലാത്ത, ഇന്നേ വരെ ഒരു തെറ്റ് ചെയ്യാത്ത നമ്മുടെ നായകൻ ദിവസവും 100 ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നു. അറ്റ്ലീസ്റ്റ് 100 നമ്മൾ ചൊല്ലണം. അതാ ഞാൻ പറഞ്ഞത്. മക്കള് വേണോ? നിനക്ക് സമ്പത്ത് വേണോ? നിനക്ക് മഴ കിട്ടണോ? നിനക്ക് തോട്ടങ്ങൾ വേണോ? എത്ര തോട്ടമല്ല തരും. ഈമാനോടുകൂടി നിഷ്കളങ്കമായി ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ ചൊല്ലണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ആ ചെല്ലുന്നതോടെ അള്ളാഹു നമുക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാം പടച്ച തമ്പുരാൻ തരുമെന്നാണ്. ആരും മെനക്കെടും, ആരിത് ചെയ്യും? ആരും ചെയ്യാറില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ.